ഇതിങ്ങേർക്കേ പറ്റൂ. മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ, രജനീകാന്ത് എല്ലാവരും ഓരോ രീതിയിലും അഗ്രഗണ്യന്മാരാണ്. നമുക്കറിയാം, ഓരോരുത്തർക്കും ഓരോ റോള് ചെയ്തു കൊടുക്കുമ്പോഴും ആ റോള് ഈ റോള് ഇവർ ചെയ്താലും അവർ ചെയ്താലും ഒക്കെ നല്ലതെന്ന് പറയുമ്പോഴും ഇതിങ്ങേർക്കേ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ കാരണമുണ്ട്. ഇപ്പം രജനീകാന്ത് സ്റ്റൈൽ മന്നനാണ്, മോഹൻലാൽ ഇൻബോൺ ടാലൻ്റുള്ള അസാധാരണ നടനാണ്. മമ്മൂട്ടിയും കമലഹാസനെയും പറയുന്നത് മെതേഡ് ആക്ടിങ് എന്നാണ്. അവർ രണ്ടുപേരും മെതേഡ് ആക്ടിങ് ആണ്. പക്ഷേ കമലഹാസനെ നമ്മൾ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് നല്ല ഗംഭീര സിനിമകളൊന്നും സത്യം പറഞ്ഞാൽ കാണുന്നില്ല. വിശ്വരൂപമൊക്കെ കഴിഞ്ഞ ശേഷം കാണുന്നില്ല. 2020 മുതൽ മമ്മൂട്ടിയെ കാണുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതിനു മുമ്പേ പരീക്ഷണത്തിന് വിധേയനാകുന്ന നടനാണ് എപ്പോഴും മമ്മൂട്ടി. എന്നാൽ പോലും ഒരു 3-4 കഥാപാത്രങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം വിധേയനിലെ ഭാസ്കര പട്ടേലർ, പാലേരി മാണിക്യത്തിനകത്തെ അഹമ്മദ് ഹാജി, നമ്മുടെ ബ്രഹ്മയുഗത്തിനകത്തെ കൊടുമൺ പോറ്റി, ഇപ്പം നാണ്ടെ ഇതിനകത്തെ കളങ്കാവല്ലാത്ത പുത്തൻ കഥാപാത്രം, എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പോലും ഞാനിപ്പം പറയുന്നില്ല. ഈ 4 കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇവർക്കെല്ലാം പറ്റുമെങ്കിലും ഇത്രയും ഗംഭീരമായിട്ട് ഇന്ത്യൻ സിനിമയിൽ വില്ലനിസം കാണിക്കാൻ, അതായത് ഒരു സൂപ്പർ മെഗാസ്റ്റാറായിട്ട് നിൽക്കുമ്പം തന്നെ ഗംഭീരമായിട്ട് വില്ലനിസം കാണിക്കാൻ ഒറ്റ നടന്മാർക്ക് സാധിക്കത്തില്ല. മോഹൻലാലൊക്കെ ചെയ്തേക്കുന്നത് ഉറപ്പായിട്ടും നായക നിരയിലേക്ക് സ്റ്റാർ ആകുന്നതിന് മുമ്പേ മോഹൻലാൽ വില്ലൻ വേഷം ചെയ്തിട്ടാണ് സ്റ്റാർ ആയത്. പക്ഷെ സ്റ്റാർ ആയിക്കൊണ്ട് ഇത്രയും പക്ക, നമ്മൾ കൊടുവൻ പോറ്റി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രമേയത്തെയോ ഈയിടെ മാക്സിമം കഴിഞ്ഞു. ഇല്ല, മിനുക്കി തേച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് മമ്മൂട്ടി. എന്നിട്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് കളങ്കാവൽ കാണുന്നവർക്ക് അറിയാം, സ്പോയിലറൊന്നുമല്ല. സിഗരറ്റ് വലിക്കുന്ന മമ്മൂട്ടി ഇപ്പോൾ ഒരു ചെയിൻ സ്മോക്കർ ഒന്നുമല്ല, പണ്ട് സിഗരറ്റ് വലിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഒബ്സർവേഷനാണ്, അത് നടന്മാർക്കെല്ലാം ഉള്ളതാണ്. പക്ഷേ സിഗരറ്റ് വലിക്കുന്ന ത്രൂ ഔട്ടുണ്ട് ഇയാൾ. സിഗരറ്റ് വലിക്കുന്നത് ഒരു അരോചകമൊന്നുമല്ല, പക്ഷേ ഇയാളുടെ കഥാപാത്രത്തിന് ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നതാണ് അയാൾ. പക്ഷേ ഇങ്ങനെ സിഗരറ്റ് വലിച്ച് ഒരു ഇൻ്റർവൽ പഞ്ചിൽ നിങ്ങൾ ശ്രദ്ധിച്ച സിനിമ കാണുമ്പോൾ നിങ്ങൾ കൈയടിച്ചിരിക്കുക എന്നുള്ളത് ഗ്യാരണ്ടി. ഒരാടെ സിഗരറ്റിൻ്റെ പഫ് കണ്ട് ആ തിയേറ്ററിൽ മൊത്തം ആൾക്കാർ കൈയടിക്കണമെങ്കിൽ ആ നടൻ്റെ പേര് മമ്മൂട്ടി എന്നാകണം. സംശയമില്ലാതെ പറയാം. വില്ലനുമാണ്, നായകനല്ല. മമ്മൂട്ടിയാണ് യഥാർത്ഥത്തിൽ കളങ്കാവലിനകത്ത് പോലീസ് കഥാപാത്രവും വിനായകനായിരുന്നു വില്ലനാകേണ്ട. മമ്മൂട്ടിയാണ് തിരിച്ചു വെച്ചുകൊണ്ട് എന്തുമായി, മമ്മൂട്ടി മലയാള സിനിമയിലെ ഏറ്റവും ഗംഭീര ഒരു ചിത്രവും മികച്ചൊരു ക്ലാസിക്കും കിട്ടി. അന്നേരം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, മമ്മൂട്ടി 8 മാസം ഇല്ലാതിരുന്ന സമയത്ത്, ഒരു നടൻ അസുഖം വന്ന് 8 മാസം ഇല്ലാതിരുന്നൊരു സമയത്ത് പലരും ആഘോഷിച്ചിട്ടുണ്ട്. ഇനി കാര്യമൊന്നുമില്ല, ഇനി മമ്മൂട്ടി വന്നാൽ വയ്യൊക്കെ പറ്റത്തില്ല, ബോക്സ് ഓഫീസ് പോട്ടെ. പക്ഷേ ഇത് മമ്മൂട്ടിയാണ്, ഉറപ്പിച്ച് പറയും, ഇത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ഒരു കളങ്കാവൽ പോലെ 2 പേര് മാത്രം പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച് ഞെട്ടിക്കുവാണെങ്കിൽ അയാൾ ഗംഭീര ബ്രഹ്മാണ്ഡ പ്രോജക്റ്റുകളായിട്ട് വന്നാൽ അതുകൊണ്ട് പല റെക്കോർഡുകളും തീരാവുന്നതേ ഉള്ളൂ എന്ന് കളങ്കാവൽ തെളിയിച്ചിരിക്കുകയാണ്. വില്ലനിസത്തിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇനി ഒരാൾ ജനിക്കണം മമ്മൂട്ടിയുടെ കൂട്ടി ഇത്രയും ഗംഭീരമാക്കി വില്ലനിസം ചെയ്യാൻ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് കമൻസ് ഇടാം. ഇതൊരു ഫാൻ ഫൈറ്റിന് വേണ്ടിയല്ല, ഉറപ്പായിട്ട് കമൻസ് ഇട്ടേക്കുക.